ഹായ്, ഞാനിന്ന് നമ്മുടെ സൈഡ് എഫക്റ്റിൻ്റെ ഉള്ളൊരു വർക്കൗട്ട് നമ്മുടെ സൂംബയിൽ യൂസ് ആക്കുന്ന കുറച്ച് മൂവ്മെൻറ്റ്സാണ് കേട്ടോ. നമ്മൾ ഒരു സ്ഥലത്ത് നിന്നിട്ട് തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഫസ്റ്റ് ഇതിൽ കുറേ മൂവ്മെൻറ്റ്സ് കാണിക്കുന്നുണ്ട്. അത് മ്യൂസിക് ഇടാണ്ട് ഞാൻ 1 2 3 വെച്ച് കാണിക്കുന്നുണ്ട് കേട്ടോ. ഈ സെയിം തന്നെ ഞാൻ മ്യൂസിക് ഇട്ടിട്ടും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മ്യൂസിക് ഇടാണ്ട് ചെയ്യാം താല്പര്യമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, മ്യൂസിക് ഇട്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. മ്യൂസിക് കുറച്ചുകൂടി സ്പീഡിൽ പോകുമ്പോൾ ചിലപ്പോൾ നമുക്ക് കൂടെ എത്താൻ പറ്റില്ല. അപ്പോൾ ചിലപ്പോൾ ഏജ് ഉള്ളവർക്കൊക്കെ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മ്യൂസിക് ഇടാണ്ട് ചെയ്യാം. അപ്പോൾ മറ്റേ മ്യൂസിക് നമ്മൾ കുറച്ച് സ്പീഡിന് ഉള്ളത് എങ്കിലും നമുക്കൊരു ആയോ കിട്ടി കുറച്ചൊരു എനർജറ്റിക് ആയിട്ടൊക്കെ നമുക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ എങ്ങനെയാണ് ഞാനിത് രണ്ടും കാണിക്കുന്നുണ്ട്. പിന്നെ മ്യൂസിക് ഇടാണ്ട് ചെയ്യുന്ന സെയിം മൂവ്മെൻറ്റ്സ് ചിലപ്പോൾ നമുക്ക് അതേ ലെവലിൽ തന്നെ ഓർഡറിൽ തന്നെ ഞാൻ മറ്റേതിൽ കാണിക്കില്ല. മ്യൂസിക്കിൻ്റെ രീതി അനുസരിച്ച് നമ്മളിങ്ങനെ ചേഞ്ച് ആക്കി എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. കണ്ടു നോക്കിയിട്ട് ചെയ്തിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ കമൻറ്റ് പറയണം കേട്ടോ. ചാനലിനകത്ത് ഇറക്കണം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടമായി കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ കാല് ഇതേ പൊസിഷനിൽ വെക്കുക. നമ്മളിങ്ങനെ നിന്ന് ചെയ്യുന്നതും ഇങ്ങനെ ചെയ്യുന്നതൊക്കെ രണ്ട് രീതി കേട്ടോ. അപ്പോൾ നമ്മൾ ആയത്തിലെടുക്കൽ ഇത് കണ്ടോ ഇതേപോലെ. അപ്പോൾ അത്ര ഇങ്ങനെ പഞ്ഞി പോലെ കൈ പൊക്കാൻ നിൽക്കേണ്ട, കുറച്ചിങ്ങനെ ആയത്തിൽ വേണം പൊക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഒന്ന് താന്ന് പൊക്കുമ്പോൾ നമുക്ക് അത്രയും ആയം കിട്ടും. അതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നിന്ന് ചെയ്യുന്നതും കുറച്ച് താന്ന് ചെയ്യുന്നതും രണ്ട് രീതിയിലാണ് കിട്ടൽ കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് ആയം കിട്ടും നമ്മളിങ്ങനെ കുറച്ച് താന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ തന്നെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഉപയോഗിച്ച് നമ്മളെ മുട്ടിൻ്റെ പ്രശ്നം കൊണ്ട് മാറും കേട്ടോ. നിങ്ങൾക്ക് മുട്ടുവേദനയും നടക്കുമ്പോഴായിട്ട് ബുദ്ധിമുട്ടും പെരുപ്പും തരിപ്പ് വേദനയൊക്കെ ഉണ്ട്, അതും കൂടെ അങ്ങ് മാറിക്കൊള്ളും കേട്ടോ. നിങ്ങൾ പോലും അറിയില്ല. അപ്പോൾ നമുക്കൊന്ന് ചെയ്യാം കേട്ടോ. കാരണം മുട്ടും കൂടെ വർക്കാവുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഓക്കെ, നെക്സ്റ്റ് 10 വീണ്ടും നമുക്കെടുക്കാം. അത് നമുക്ക് സൈഡിലോട്ടാണ് എടുക്കൽ കേട്ടോ. ഫസ്റ്റ് മുകളിലോട്ട് പോയെങ്കിൽ ഇത് സെയിം തന്നെ സൈഡിലോട്ട് എടുക്കുക കേട്ടോ. ഇപ്പോൾ ഓക്കെ, 1 2 3 4 5 6 7 8 9 10. ഇനി നമുക്ക് അതിനെ 2 കൈയും കൂടെ യൂസ് ആക്കിയിട്ട് ചെയ്യാം കേട്ടോ. മുകളിലോട്ട് എടുക്കുന്നത് 1 2 3 4 5 6 7 8 9 10. ഇത് തന്നെ ഇനി നമുക്ക് നേരെ സൈഡിലോട്ട് 1 2 3 4 5 6 7 8 9 10. ഓക്കെ, കാല് നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ കേട്ടോ എങ്ങനെയാണ് പോകുന്നത്. ഇനി നമുക്കൊന്ന് കറക്കി എടുക്കാം കൈക്ക് കേട്ടോ. അപ്പോൾ കാലൊന്ന് ഇങ്ങനെ ആവും കേട്ടോ കറക്കി എടുക്കുമ്പോൾ, കണ്ടോ. എങ്കിലും നമുക്ക് അത്രയും തിരിയാൻ പറ്റുള്ളൂ. 1 2 3 4 5 6 7 8 9 10. ഇത് നമുക്ക് അത്രയും ഇങ്ങനെ കറങ്ങി വരുന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും. അത്രയും നമ്മളിങ്ങനെ അത്രയും നമ്മുടെ ഇടുപ്പിൻ്റെ ഭാഗമൊക്കെ നന്നായിട്ട് ഇങ്ങനെ വർക്കാവുന്നുണ്ട്. ഇനി വരുന്നത് ഇതുപോലെ കണ്ടോ. 1 2 3 4 5 6 7 8 9 10. ഇതൊക്കെ ഉണ്ടല്ലോ കൃത്യമായിട്ട് അങ്ങോട്ട് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ ബലം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുള്ള നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തുണ്ടോ കൊഴുപ്പുണ്ടെന്ന് ഉള്ള സ്ഥലത്ത് നമ്മളൊന്ന് കൈ വയ്ക്കുക കേട്ടോ. എന്നിട്ട് അതിനുശേഷം നിങ്ങൾ കൈയൊന്ന് പൊക്കി നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അവിടുത്തെ കൊഴുപ്പ് ഫ്ലാറ്റ് ആവുന്നത് എങ്ങനെയെന്ന്. അപ്പോൾ അതൊരു 10 പ്രാവശ്യം നമ്മളിങ്ങനെ കൈ പൊക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോൾ എത്രത്തോളം ബലം നിങ്ങൾക്ക് കിട്ടുമെന്നൊക്കെ അറിയാലോ. ഇതേപോലെ കണ്ടോ. നമ്മൾ മ്യൂസിക് ഇട്ട് ചെയ്യുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മളിതുപോലും അറിയില്ല, കറക്റ്റ് ഇതങ്ങ് വർക്കായിക്കോളും, നമ്മുടെ ശരീരത്തിൽ അങ്ങ് പിടിച്ചോളും. ഇതിപ്പോൾ ഞാനിപ്പോൾ പെട്ടെന്നങ്ങ് കുറയും 10 ദിവസം ഒന്നും ഞാൻ ഒരിക്കലും പറയില്ല കേട്ടോ. നിങ്ങൾ ചെയ്തോളൂ, ദിവസം നിങ്ങൾ പോലും അറിയേണ്ടത് കുറഞ്ഞു വന്നോളൂ കേട്ടോ. അപ്പോൾ അധികം എഫർട്ടൊന്നും എടുക്കാണ്ട് നിങ്ങൾക്ക് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് നമ്മൾ കാല് കുറച്ചൊന്ന് തിരിച്ചു കൊടുക്കണം ഇതുപോലെ കേട്ടോ. അതായത് താന്നിട്ട് ഒന്ന് തിരിച്ചു കൊടുക്കുക. അല്ലാണ്ട് നിവർന്ന് ഇങ്ങനെയല്ല, കുറച്ചൊന്ന് താന്നിട്ട് നമ്മൾ നിവർത്തിയത് ഒരു കൈ ഫസ്റ്റ് യൂസ് ആക്കൽ കേട്ടോ. അപ്പോൾ നല്ല ആയത്തിൽ വേണം എടുക്കാനെങ്കിലും നമുക്ക് അത്രയും ഫലം ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഒരു കൈയാണ്. 1 2 3 4 5 6 7 8 9 10. ഇനി ഇവിടുന്ന് 2 കൈ സെയിം തന്നെ 2 കൈ എടുക്കണമെന്നുള്ളൂ കേട്ടോ. 1 2 3 4 5 6 7 8
9, 10. ഇനി ഇത് നിവർന്ന് നിന്നിട്ടുണ്ട് കണ്ട, ഇതേ കണക്ക് നമ്മൾ താരണ്ട, എല്ലാം ഫുള്ള് നിവർന്നിട്ട് എടുക്കൽ കേട്ടോ. അതുകൊണ്ട് ഇതുപോലെ കണ്ടോ. അപ്പോൾ നമ്മൾ താന്ന് നിവരണ്ട. ഇങ്ങനെ ഇപ്പോൾ നമുക്കിത് എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ താന്ന് നിവരണ്ട. അപ്പോൾ ഞാനിങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ മനസ്സിലാവും നമ്മളെ ബോഡി എത്രത്തോളം ഇതേ കണ്ടോ, ഇത്രത്തോളം വളഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഗുണവും നമുക്ക് അതുപോലെ കിട്ടും. അപ്പോൾ നമുക്കതൊന്ന് എടുക്കാം കേട്ടോ. അതെ 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പോൾ ഇത് കാണുമ്പോൾ വെച്ച് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സൈഡ് ഫാറ്റൊക്കെ കുറയുന്നു, ഉറപ്പാണ് കുറയും. നിങ്ങൾ പോലും അറിയാണ്ട് കുറഞ്ഞോളൂ. ഇത് കൃത്യമായിട്ട് ഇത് ചെയ്തോളൂ എല്ലാ ദിവസവും. നമ്മൾ പോലും അറിയില്ല നമ്മുടെ ഈ സൈഡ് ഫാറ്റും നമ്മുടെ ബാക്കിൽ നമ്മുടെ മുതുവിൻ്റെ ഭാഗത്തുള്ള ഫാറ്റും അങ്ങനെയുള്ള എല്ലാ ഫാറ്റും കുറഞ്ഞോളൂ. അതുപോലെ കൈക്കും കാലിനും ഒക്കെ അതിൻ്റെ കൂടെ ഉപയോഗം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് മ്യൂസിക് ഇട്ടൊന്ന് ചെയ്ത് നോക്കാം. മ്യൂസിക് ഇടാണ്ട് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം, അതല്ല എന്നുള്ള ഇങ്ങനെ ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. ഓക്കെ, താങ്ക് യു.
Can't touch this.